തിരുവനന്തപുരം ജഗതി പാലത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. നമുക്ക് വിവരങ്ങൾ നോക്കാം. ഇത് വണ്ടി ഓടി വരവേ ഇടതുവശത്ത് പുക കണ്ടു. അങ്ങനെ ഇടതുവശത്ത് ഒതുക്കി ഞങ്ങൾ രണ്ടും വണ്ടിക്കകത്ത് വൈഫ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ട് വശത്ത് ഇറങ്ങുമ്പോൾ തീ കത്തി തുടങ്ങി. അവിടുന്ന് വെള്ളം കോരിക്കൊണ്ട് ഒഴിച്ചിട്ട് അണഞ്ഞില്ല. പിന്നെ അത് കത്തി തീർന്നു. പരിക്കൊന്നുമില്ല. പുക കണ്ട ഞങ്ങൾ രണ്ട് വശത്ത് ഇറങ്ങി. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മേഘന, ഇത് കാലപ്പഴക്കം വന്ന കാറാണോ? ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? കാറിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരും സുരക്ഷിതരല്ലേ? ജികെ, വലിയ ദുരന്തമാണ് ഈ ജഗതി പാലത്തിന് സമീപം ഒഴിവായതെന്ന് തന്നെ വേണം പറയാൻ. കാരണം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു കാർ മാരുതി സുസുക്കി സെൻ എസ്റ്റിലോ ആണ്. അത് മുഴുവനായും കത്തി നശിച്ചിട്ടുണ്ട്. അതിൽ നേരത്തെ നമ്മൾ സംസാരിക്കുന്നത് കേട്ടത് ഇതിന്റെ വാഹനം ഓടിച്ചിരുന്ന കാറിന്റെ ഉടമയാണ്. രാധാകൃഷ്ണൻ നായർ പറയുന്നത് ഇതിന് 15 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നുള്ളതാണ്. ഈ കാറിന്റെ ഇടത് സൈഡിലെ ബോണറ്റിൽ നിന്നാണ് ആദ്യം പുകയുരുന്നത്. അതിനുശേഷം കാർ ഈ ജഗതി പാലത്തിന് സമീപത്തേക്ക് സൈഡാക്കി നിർത്തുകയായിരുന്നു. പിന്നീട് ആദ്യം വെള്ളമൊഴിച്ച് ഈ തീ കടത്താനും ഈ പുക അണക്കാനുമുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ അത് നടന്നില്ല. പിന്നീട് ഈ കാറിലുണ്ടായിരുന്ന രാധാകൃഷ്ണൻ നായരും അതുപോലെ തന്നെ ഭാര്യയുമാണ്. അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ഈ കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചിട്ടുള്ളത്. അതിൽ എന്താണ് ഈ തീ പിടിക്കാനുള്ള കാരണം എന്ന് വ്യക്തമല്ല. പക്ഷേ ഈ കാർ 15 വർഷത്തിലധികം പഴക്കമുള്ളതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ കഷ്ടിച്ച് ഇവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ആദ്യം ഈ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ദൃക്സാക്ഷികളടക്കം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഞങ്ങൾ റോഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ കാറിന് ഒരു ശബ്ദം കേട്ട് ഞങ്ങൾ ഓടി നിന്നപ്പോൾ തീ അങ്ങ് ആളി കത്തായിരുന്നു. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഓണർ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഓണർ പറഞ്ഞാൽ ഞങ്ങനെ കാർ വരുന്ന സമയത്ത് AC അവിടെ നിന്നൊരു പുക വന്നു. പിന്നെ വൈഫ് പറഞ്ഞ് ഒതുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒതുക്കി അവർ കാറിൽ നിന്ന് ഇറങ്ങിയോടെ തന്നെ അങ്ങ് ആളി കത്തി. പിന്നെ ഞങ്ങളെല്ലാം ഞങ്ങൾ റോഡിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഫയർഫോഴ്സ് വന്നാണ് പിന്നെ വലിയൊരു ദുരന്തം ഒഴിവായി. അവർ ഇവിടെ ഇറങ്ങിയോണ്ട് ഫാമിലി ആയിരുന്നു. ഇറങ്ങിയോണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. അങ്ങനെ തന്നെയാണ്, വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിൽ ഈ കാർ പൂർണ്ണമായും കത്തി നശിച്ചു. അതിൽ ഇനി ഇതിന്റെ കാലപ്പഴക്കമാണോ ഈ ഒരു അപകട കാരണം, തീപിടിക്കാനുള്ള കാരണം എന്ന് വ്യക്തമല്ല. അത് പരിശോധിക്കുന്നു. എന്തായാലും ഇടത് സൈഡിലെ ബോണറ്റിൽ നിന്നാണ് പുക ഉയർന്നത്. അതിനുശേഷമാണ് മുഴുവനായും തീപിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. കൂടാതെ ഈ വാഹനം ഓടിച്ചിരുന്ന രാധാകൃഷ്ണൻ നായർ ചെറിയ രീതിയിൽ പുക ഉയരുന്ന സമയത്ത് തന്നെ റോഡിലേക്ക് ഇറക്കി ഈ വാഹനം നിർത്തിയത് കൊണ്ട് തന്നെ മറ്റ് വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്ക് അപകടമുണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായില്ല. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് തീ അണച്ചിട്ടുണ്ട്. എന്താണ് ഈ തീ പിടിക്കാനുള്ള കാരണം, വാഹനത്തിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ജികെ, ശരി. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.